എന്തായിട്ട് പക്ഷേ സ്ത്രീയെ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസ് വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയാം. അതെന്തുകൊണ്ടായിരിക്കും നിനക്കെന്താ തോന്നുന്നത്? അല്ല, അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കിക്കൂടെ? അത് നിങ്ങളൊക്കെ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും അല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് കൊടുത്തു. അതിപ്പോ എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായത് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. അതിനുശേഷം ഇപ്പൊ ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള ലിറ്റിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അറിയിപ്പോ. എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. മലയാളികളുടെ ലൈംഗിക താല്പര്യം ചൂഷണം ചെയ്യപ്പെടുകയല്ല ഇങ്ങനത്തുള്ള ഐഡിയകൾ വന്നുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോംബെ വെബ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലത്തെ സർക്കാർ അതുപോലെ മുന്നോട്ടെടുത്ത് ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ മുന്നോട്ടെടുത്ത സ്ഥാപനം, ഒരു സെക്സ് വർക്കേഴ്സിന് വേണ്ടിയുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല. അതിനെക്കുറിച്ച് എന്താ പറയാമോ? രണ്ടെന്താ തോന്നുന്നത്? ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണോ തോന്നുന്നത്? ഒരു പരിധിയല്ല, മുക്കാവോളം ഇല്ലാതാവുന്നു. കാരണം പല ഇപ്പം ബെസ്റ്റ് ഇപ്പം തന്നെ ബസ് സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ, പാലത്തിൻ്റെ അടിയിൽ, അങ്ങനെയൊക്കെ നമ്മൾ പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അവരൊക്കെ നിൽക്കുന്നത് സെക്സ് വർക്കേഴ്സ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഇങ്ങനെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഇത് കുറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറയില്ലേ? നമുക്കിപ്പോൾ അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു സാധനമല്ലേ. കുറയുമോ കൂടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷനായിട്ട് ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം. അതെന്താ കമച്ചി സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയുമോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നത്. അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നാൽ ഗഞ്ച. അപ്പോൾ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പം ഇത് കൂടുമോ കുറയുമോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുമോ കുറയുമോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കാത്തിടത്തോളം ലീഗലായിട്ട് നമുക്കതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ? ഏതാ അത് കൂടില്ലേ എന്നല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ വളരെ ഇതായിട്ടുള്ള പ്രോബിലിറ്റി ഇല്ലേ. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലിയും വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡൊക്കെ. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും.